Hello everyone, welcome back to our channel Shuttu and Mama. Video എന്താ അറിയോ ചോദിക്കവരടുത്ത് അമ്മയുടെ ഹെയർ കെയർ റൊട്ടീന്റെ വീഡിയോ ആണ് എന്ന് പറ. അപ്പോ ഞാൻ മുന്നേ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യോ ഹെയർ കെയർ റൊട്ടീൻ്റെ എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് എനിക്ക് ഒരു ഹെയർ വാഷ് ഡേ ആണ്. ഞാൻ വീക്ക്ലി 2 പ്രാവശ്യമൊക്കെ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് അല്ലേ അല്ലേ ചുട്ടു ഒരു ഐ ലവ് യു പറഞ്ഞ അവർക്ക്. ഐ ലവ് യു ഗായ്സ്. പോക ഒരു താങ്ക് യു പറ. താങ്ക് യു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാല് ഇങ്ങനത്തെ ഒരു കോമ്പ്, ഏത് കോമ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ വലിയ എന്താ പറയാ പല്ലുള്ള കുറച്ച് ഗ്യാപ്പ് ആയിട്ടുള്ള നല്ലൊരു കോമ്പ് എടുത്തിട്ട് നല്ല പോലെ എല്ലാം ജടയും കാര്യങ്ങളും ചിക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് സ്മൂത്തായിട്ട് ചീകി വെക്കും. ഇങ്ങനത്തെ ആണ് എപ്പോഴും നമുക്ക് ജടയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നല്ലത്. അടുപ്പിച്ചുള്ള പല്ലുള്ള ചീർപ്പെടുത്താൻ എന്താ പ്രശ്നം, അല്ലെങ്കിൽ കോമ്പ് ഉപയോഗിച്ച് എന്താ പ്രശ്നം വെച്ചാൽ നല്ല പോലെ നമുക്ക് മുടി കൊഴിഞ്ഞു പോവും, ഭയങ്കരമായിട്ട് ഇങ്ങനെ കുടുങ്ങി നിൽക്കുമല്ലോ. അപ്പം ഇങ്ങനത്തെ ഒരു കോമ്പ് എടുത്ത് നന്നായിട്ട് ചീകി വൃത്തിയാക്കി വെക്കും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് സ്പ്രേ ചെയ്യലാണ്. ഇത് കണ്ടില്ലേ, ആപ്സ് ഗുഡ്നെസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ റോസ്മേരി വാട്ടർ ആണ്. ഇത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക്. അപ്പം ഞാൻ ഇത് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വയ്ക്കും. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം ഇത് രാവിലെ ചെയ്ത് വെച്ച് ഞാൻ വൈകുന്നേരം ആയിരിക്കും ഓയിൽ ഇടുന്നുണ്ടാവുക. അതല്ല നേരത്തെ കുളിച്ച് റെഡിയായി എവിടെയെങ്കിലും പോകേണ്ട സമയത്താണെങ്കിൽ ഒരു ഗ്യാപ്പ് ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഓയിലിങ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഇത് ചെയ്യട്ടെ. അപ്പൊ ഇത് ആദ്യം തന്നെ ഞാൻ മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ വലിയ പല്ലുള്ള ചീപ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് അതിന് ശേഷമാണ് ഞാൻ റോസ്മേരി വാട്ടർ ഉപയോഗിക്കാൻ പോകുന്നത്. റോസ്മേരി വാട്ടർ ഇപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ബട്ട് ഗുഡ് റിസൾട്ട് ആണ് കേട്ടോ. ഇങ്ങനെ ബ്രാൻഡ് പ്രൊമോഷൻ ഒന്നുമല്ല. ഇതും ഞാൻ കുറെ പ്രൊമോഷൻ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയ ഒരു സാധനമാണ്, എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് അത് വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് നെറ്റി എന്താ പറയാ, എനിക്ക് ഹൈ എന്താ ഫോർഹെഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മുടി പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നെറ്റി കയറുന്ന പോലെ തോന്നും. അപ്പൊ ഞാൻ അങ്ങനെ നെറ്റി ഭാഗത്തായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് കുറേ ബേബി ഹെയർസ് വന്നിട്ടുണ്ട് നല്ല പോലെ. അതുകൊണ്ട് പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഹെയർ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഉപയോഗിക്കും. ഞാൻ ആദ്യം രാത്രി ഉപയോഗിച്ചിട്ട് ലീവ് ഇൻ ചെയ്യുമായിരുന്നു തലയിൽ. പക്ഷെ എനിക്ക് സൈനസൈറ്റിസിന്റെയും പിന്നെ മൈഗ്രെയിൻ്റെ ഒക്കെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് എനിക്കത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തലയിൽ അങ്ങനെ ഒരു തണുപ്പ് നിൽക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോ ഞാൻ പിന്നീട് തല വാഷ് ചെയ്യുന്ന സമയത്ത് ഹെയർ വാഷിന്റെ ഡേയിൽ ഇങ്ങനെ രാവിലെ അപ്ലൈ ചെയ്തിടും. അപ്പോ നമ്മൾ കുളിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. രാത്രി മൊത്തമായിട്ട് ഇങ്ങനെ ഇട്ട് നമ്മൾ ഫാനിന്റെ തണുപ്പിലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി. അത് ചെയ്ത് ഞാൻ കുറച്ചൊന്ന് മസാജ് ഒക്കെ ചെയ്ത് നല്ലപോലെ പിടിപ്പിച്ച് പിന്നെ എന്താ പറയാ ഹെയർ ഓയിൽ ചെയ്യാണ് ചെയ്യാറുള്ളത്.
ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ഇപ്പോൾ ഉച്ച ഒരു 2 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് മുടി ഓയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ധനൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഹോം മെയ്ഡ് ഹെയർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന് മേലെ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം ഞാൻ സീക്രട്ട് ഹെയർ ഓയിലായിരുന്നു ഉപയോഗിക്കാറുണ്ടായിരുന്നത്. സെയിം, വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല രണ്ടും. സോ ഞാൻ ഇതാണിപ്പം വാങ്ങിക്കാറുള്ളത്. അപ്പം അതാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഷുട്ടൂനും ആ ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഹോം മെയ്ഡ് ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ളത് കൊണ്ട് അത് തന്നെയാണ് ഞാൻ അവൾക്കും ഉപയോഗിക്കാറുള്ളത്. പിന്നെ നമ്മുടെ മുടിക്ക് അത്ര മാറ്റം നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഷുട്ടൂന് നന്നായിട്ട് മുടി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഫുള്ളി ഞാൻ 6 മാസം എത്തിയപ്പോൾ മുട്ട അടിച്ചിട്ടുണ്ടായിരുന്നു, മൊത്തം മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി ഞാൻ ഓയിലിംഗ് ചെയ്യും, പിന്നെ കുറച്ച് സമയം ഓയിൽ തലയിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം. അങ്ങനെ ഇതാ ഞാൻ ഇനിയിപ്പോൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താൽ നമ്മൾ എപ്പോഴും ഷാംപൂ കണ്ടീഷണർ ഒക്കെ ഉപയോഗിച്ച് തന്നെ ഹെയർ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ആ ഹെയർ ഓയിൽ ഇങ്ങനെ മുടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് താരനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 5 to 10 minutes ഒക്കെ വേണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും തല ഷാംപൂ ഉപയോഗിച്ച് തന്നെ ഹെയർ വാഷ് ചെയ്യുക. ഹായ്. ഹായ്. അങ്ങനെ ഇതാ ഞാൻ ഹെയർ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ മാസ്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഇതാ ഞാൻ ഇവിടെ ചെമ്പരത്തി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കഴുകി അതിൻ്റെ കൂടെ ഞാൻ ഉലുവയും റൈസും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാസ്കാണ് ഇനി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കഴുകി ഒന്ന് അരച്ച് വെക്കട്ടെ. കണ്ടില്ലേ, ഇത്ര എമൗണ്ട് ഓഫ് ഉലുവയാണ് ഞാൻ എടുക്കാറുള്ളത്. കുറച്ച് മതി. അത് ഞാൻ രാവിലെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം ഞാൻ കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കും. കുതിർത്ത് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെക്കണം. അതിനുശേഷമാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉലുവ കുതിർത്തി വെച്ചത്. ഇതിപ്പോൾ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചെമ്പരത്തിയുടെയും റൈസിൻ്റെയും കൂടി ഇട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കട്ടെ. ആദ്യം ചെമ്പരത്തിയും ഉലുവയും കൂടെ ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷമാണ് ഞാൻ റൈസ് ആഡ് ചെയ്യുക.
ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കും. ഞാൻ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എപ്പോഴും ഹെയർ മാസ്ക് അഴിച്ചെടുക്കാറുള്ളത്. നല്ല ലൂസ് ആകുമ്പോൾ എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഓവറായിട്ട് തലേന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വരുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഞാൻ ആ തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എപ്പോഴും എടുക്കാറുള്ളത്. അതിന്റെ ഇടയ്ക്ക് ഇതാ ഷുട്ടു ഓരോ വികൃതിയൊക്കെ കളിച്ച് ഇങ്ങനെ നടക്കാണ്. അവളുടെ പ്ലേ ടൈം ആവാറായിട്ടുണ്ട്. അപ്പൊ എന്നെ ഇങ്ങനെ കളിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞമ്മള് മുറ്റത്തേക്ക് ഇറക്കി. ഇനി ഞാൻ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കുറെ നേരം മുറ്റത്ത് നിന്ന് കളിക്കും. അപ്പോഴേക്കും എന്റെ ഹെയർ മാസ്ക് ഒക്കെ നല്ലപോലെ ഡ്രൈ ആയി ഒന്ന് സെറ്റ് ആയി വരും. എന്നിട്ട് കുളിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇതാ ഞാൻ മാസ്ക് ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നമ്മളിതിൽ ഉലുവ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള സാധനമാണ് ഉലുവ. അപ്പോൾ അത് നമ്മൾ ഹെയർ ഗ്രോത്തിന് നല്ല പോലെ പ്രൊമോട്ട് ചെയ്യും. അപ്പം ഇത് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എപ്പോഴും ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാറുള്ളത്. ഇനി ഞാൻ ഇത് ഫുള്ളി നല്ലോണം ഡ്രൈ ആവുന്ന വരെ തലയിൽ വെക്കും. ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ വരെയൊക്കെ വെക്കും. എന്നിട്ട് ഞാൻ എൻ്റെ നോർമൽ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. എത്തിച്ച് പോന്നേ. ഓ ബാബ തലയിൽ തരുന്നുണ്ടോ? ഓ മൈ ഗോഡ്. അമ്മ തലേ. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർഗാനിക് മാസ്ക് അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. മുടിയുടെ മേലെ മാത്രമല്ല നമ്മുടെ സ്കാൽപ്പിൽ നല്ലപോലെ അപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആ ഹെയർ ഗ്രോത്ത് ശരിക്കും വരുള്ളൂ. അങ്ങനെ ഹെയർ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതാ ഷൂട്ടിന്റെ പ്ലേ ടൈം ആണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾ കുറേ സമയം ഇങ്ങനെ കളിക്കും. പിന്നെ എന്നിട്ട് മാത്രമേ ഞാൻ ഇനിയിപ്പോ കുളിക്കാൻ പോവുള്ളൂ. ഒന്നുകിൽ അവളെ ഫസ്റ്റ് കുളിപ്പിച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കും. എന്താ വെച്ചാൽ മുറ്റത്തു നിന്നൊക്കെ കളിച്ച് ഫുള്ള് അവള് എന്താ പറയാ ഫുള്ള് വേർത്തൊലിച്ചൊരു വകയാവും. അപ്പൊ ഫസ്റ്റ്ലി ഒന്നുകിൽ അവളെ കുളിപ്പിച്ചിട്ട് ഞാൻ കുളിക്കുകയാണ് ചെയ്യുക. ഇപ്പൊ നമ്മളിങ്ങനെ ബോളൊക്കെ കൊണ്ട് കളിക്കും. അങ്ങനെ ഇതാ ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ്. ആക്ച്വലി 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അതിനിടയിൽ ഷുട്ടുവിൻ്റെ കളിയായി. പിന്നെ അവൾ ഫുള്ള് ചീത്തയായതുകൊണ്ട് ഞാൻ അവളെ കുളിപ്പിച്ചു. അപ്പോഴേക്കും പിന്നെ ചായ കുടിക്കേണ്ട ടൈമായി. അപ്പോൾ പിന്നെ ചായ കുടിച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സാണ് ഷാംപൂ കണ്ടീഷണർ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഷാംപൂ. ഇത് ഡവിൻ്റെ ഇൻറ്റൻസ് റിപ്പയർ നറിഷിങ് ഷാംപൂ ആണ്. ഇതാണ് ഞാൻ ഇപ്പോൾ ഷാംപൂ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ലോറിയലിൻ്റെ ആയിരുന്നു ഷാംപൂ ഉപയോഗിച്ചിരുന്നത് ഞങ്ങൾ അബ്രോഡുള്ള സമയത്ത്. പക്ഷെ നാട്ടിൽ എനിക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ഫ്രിസി ആവുന്ന പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തന്നെ സെയിം കണ്ടീഷണർ. നിങ്ങൾ ഏത് ഷാംപൂ ഉപയോഗിക്കുന്നു അതിൻ്റെ തന്നെ സെയിം കണ്ടീഷണറും അതുപോലെ തന്നെ മാസ്കും ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും എപ്പോഴും ഒന്ന് തന്നെ ഉപയോഗിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര ഡാമേജ് ആവും ഹെയർ. ഇതെനിക്ക് നല്ലൊരു കോംബോ ആണ്. നമ്മൾ
എന്താ പറയുക ഡ്രൈ ഹെയർസിനൊക്കെ ഭയങ്കര നല്ലതാണിത്. അവരുടെ തന്നെ ഈ ഒരു ഡബിൻ്റെ തന്നെ ഇൻറ്റൻസ് റിപ്പയറിൻ്റെ ഡീപ്പ് റിപ്പയറിങ് ട്രീറ്റ്മെൻറ്റ് മാസ്ക് ആണ് ഞാൻ കെമിക്കൽ മാസ്ക് ആയിട്ട് ഞാൻ എപ്പോഴെങ്കിലും 2 വീക്സ് കൂടുമ്പോഴൊക്കെ നോർമൽ മാസ്ക് ഉപയോഗിക്കാത്ത സമയത്ത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതും ഭയങ്കര നല്ല മാസ്കാണ്, ഭയങ്കര നല്ല സ്മെല്ലുമാണ്. നമുക്കിങ്ങനെ സ്മൂത്തായിട്ടുണ്ടാവും മുടി നമ്മൾ യൂസ് ചെയ്ത് കഴിക്കുമ്പോൾ. പിന്നെ ഏത് ഷാമ്പൂ കണ്ടീഷണർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മാസ്ക് ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച അന്നത്തെ ദിവസം നമുക്ക് വലിയ മാറ്റമോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. നമുക്ക് നല്ല ചേഞ്ച് നമുക്ക് എങ്ങനെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നത് പിറ്റേ ദിവസമായിരിക്കും. പിറ്റേ ദിവസം മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നത്തെ ദിവസം വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ വേഗം പോയിട്ട് കുളിക്കട്ടെ. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഷാമ്പു ഒരിക്കലും തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എമൗണ്ട് ഓഫ് ഷാമ്പു എടുത്ത് അത് വെള്ളത്തിൽ ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഡയറക്റ്റ് ആവുമ്പോൾ ഭയങ്കര കെമിക്കലിയും ആണത്. പിന്നെ കുറച്ചും കൂടെ നല്ലപോലെ ഡ്രൈ ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു, സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെന്താ, ഞാൻ നോർമലി തന്നെയാണ് മുടി ഡ്രൈ ചെയ്യാറുള്ളത്. എനിക്കങ്ങനെ ബ്ലോ ഡ്രൈയും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഡ്രയറൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തലയേ അല്ല എൻ്റെ തല. എനിക്ക് മൈഗ്രെയിനും കാര്യങ്ങളും ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഹീറ്റായിട്ടുള്ള സംഭവങ്ങളൊന്നും തലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഈവൺ ഒരു ഹെയർ സ്പാ പോലും എനിക്ക് തലയിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആ വഴിക്കൊന്നും പോവാറില്ല. അപ്പോൾ അതിപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചേക്കാണ്. ഇനിയിപ്പോൾ അത് ഡ്രൈ ആയിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. പക്ഷെ നമുക്ക് ശരിക്കും ബെറ്റർ റിസൾട്ട് എന്താണെന്നുള്ളത് കാണണമെങ്കിൽ നാളെ തന്നെ ആവണം. നാളെ ആകുമ്പോഴേക്കും നല്ലപോലെ ഉണങ്ങി. പിന്നെ നമ്മൾ താളിയൊക്കെ ഉപയോഗിച്ചതുകൊണ്ടും പിന്നെ ഈ ഉലുവ കരച്ച് തേക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം വെച്ചാൽ ചെറിയ ചെറിയ വൈറ്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ മുടിയിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫുള്ളി ഒന്ന് മുടി ഡ്രൈ ആയി നമ്മൾ ചീവി കഴിയുമ്പോൾ അതൊക്കെ തന്നെ പോവും. അപ്പോൾ നാളെയാണ് ശരിക്കും നമ്മളുടെ ശരിയായ റിസൾട്ട് കാണാൻ പറ്റുക. ഞാൻ എന്തായാലും ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളതും കാണിച്ചു തരാം. നാളെ എങ്ങനെയാണ് മുടിയുടെ അവസ്ഥ എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ടാറ്റാ. ഇത് നോർമലി ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് എൻ്റെത്. ഇത് ഇന്നിപ്പോ ഇങ്ങനെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. എനിക്ക് എപ്പോഴും ഹെയർ വാഷ് ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ് കറക്റ്റ് എന്റെ ഹെയറിന്റെ ടെക്സ്ചർ എനിക്ക് കിട്ടുക. ഇത് എന്നാലും സ്മൂത്ത് ആണ്, പക്ഷെ രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലും ഭയങ്കര സ്മൂത്ത്, അതുപോലെ തന്നെ ശരിക്കുള്ള മുടിയുടെ ആ ഒരു ലെങ്ത്തും കട്ടിയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ എടുത്ത വീഡിയോ കേട്ടോ. ഇതാണ് പിറ്റേ ദിവസമുള്ള നമ്മുടെ മുടിയുടെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഫ്രിസ് ഒക്കെ പോയി നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. എന്റെ മുടി ഇപ്പോഴാണ് കുറച്ചും കൂടെ വേവി ആയത് കേട്ടോ. മുന്നേ എനിക്ക് കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. ഇപ്പൊ എന്താ അറിയില്ല, കുറച്ച് ഞാൻ എപ്പോഴും നമ്മൾ മുടി എങ്ങനെ കെട്ടിവെച്ചാണോ ഇങ്ങനെ വേവി ആയി പോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ മുടി ടെക്സ്ചർ മാറിയില്ല, എനിക്ക് കുറച്ച് സങ്കടം ഉണ്ട് ആക്ച്വലി. ഒന്ന് എന്തെങ്കിലും ചെയ്യണം. പിന്നെ എന്റെ മുടി വെട്ടാറായിട്ടുണ്ട്. ഞാനിപ്പോ കുറേ നാളായി മുടി വെട്ടിയിട്ട്. അപ്പൊ ഒന്ന് ട്രിം ചെയ്യാറായിട്ടുണ്ട്. എനിക്കും ഷുട്ടൂന് ഒരുമിച്ച് ഒരു ഹെയർ കട്ട് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു. മുടി നീളുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ചാല് പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഹെയർ ഫോൾ ഉണ്ടാകുമ്പോൾ താഴോട്ടേക്ക് നമുക്ക് നീളം വെക്കുമ്പോൾ ഭയങ്കര തിക്നെസ് കുറയും. താഴെ ഭയങ്കര ഒരു കോല് പോലെ ആവും. ഇതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരു ടെക്സ്ചർ. പക്ഷെ നീളം വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര ഷോർട്ട് ആക്കാനും തോന്നുന്നില്ല. കുറച്ചൊന്ന് ട്രിം ചെയ്ത് സെറ്റ് ആക്കാന്ന് വിചാരിക്കുന്നു. എന്തായാലും പോയിട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഞാൻ എടുക്കുന്നതാണ്. എന്താ പറയുക, അന്നത്തെ ദിവസത്തിനേക്കാളും എനിക്ക് പിറ്റേ ദിവസമാണ് എപ്പോഴും മുടി എപ്പോഴും ബാക്ക് ടു നോർമലായിട്ട് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം കൂടെ എടുത്തിട്ട് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് അസ് ചാനൽ. അല്ലേ അല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം പറ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടാറ്റാ. I love you. I love you. Okay, bye guys.